വീണ ജോർജിനെ ഒരു ദിവസം ആ ജയിലൊക്കെ കൊണ്ടൊന്ന് കാണിക്കണം. അപ്പോഴേ മാഡത്തിന് സമരം ചെയ്ത് മന്ത്രി കസേരയിൽ വരുന്നതിന്റെ വാല്യൂ മനസ്സിലാവും. ഇതൊന്നും ഇല്ലാതെ നേരെ ചാനലിൽ നിന്ന് നടന്ന റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ടാണ് ഈ തോന്നിവാസം ഈ സംസ്ഥാനത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഒരു സ്ത്രീ മരണപ്പെട്ട അതിന് ഉത്തരവാദി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെച്ചേ തീരുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. ഒരു കാരണവശാലും അവരുടെ ഒരൊറ്റ കൈകാര്യം ചെയ്ത രീതിയുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് ഒരു വിലപ്പെട്ട ജീവൻ നമുക്ക് നഷ്ടമായത്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോ എണീറ്റ് വരാനാണ് ഞാൻ സമരം ചെയ്യാൻ വന്നത്. ഞാൻ സമരം ചെയ്യാൻ വന്നതാണ്, ടൂറ് പോകാൻ വന്നതല്ല. പോലീസ് നേരത്തെ ബാരിക്കേഡ് വെച്ച് പ്രതിരോധം മന്ത്രിയുടെ വീടിന് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവിടെ വനിതാ കോൺഗ്രസിന്റെ, മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘർഷാവസ്ഥ സ്ഥലത്തുണ്ട്. പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ പോലീസിന്റെ ശ്രമമുണ്ട്. പക്ഷേ പ്രവർത്തകർ നേരത്തെ തയ്യാറായിരുന്നില്ല സമരം അവസാനിപ്പിക്കാൻ. സഫാൻ കാളികാവ് ചേരുന്നുണ്ട്. സഫാൻ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു പ്രതിഷേധമായിരുന്നു മന്ത്രിയുടെ തൈക്കാട്ടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമായിരുന്നു. ഒരു പോലീസിനെ അറിയിക്കാതെ വന്നൊരു പ്രതിഷേധമായതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷം ഇവിടെ ഉണ്ടായി. ഇപ്പോൾ നിലവിൽ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വനിതാ പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധത്തിന് മന്ത്രിയുടെ വസതിക്ക് സാക്ഷിയായി. കോട്ടയം സംഭവത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷമാണ് ഇവിടെ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളെത്തി ഒരു പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ നിലവിൽ എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മന്ത്രിയുടെ വസതിയിൽ പോലീസിന് ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെ തന്നെ വലിയൊരു പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി വന്ന പ്രവർത്തകർ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ സംഘർഷം 20 മിനിറ്റോളം നീണ്ടുന്ന ഒരു സംഘർഷത്തിനാണ് തൈക്കാട്ട് വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ സാക്ഷിയായത് തന്നെയാണ്. ശരി സഫാൻ, മന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചാണ്. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. മുഴുവൻ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. കോട്ടയം മെഡിക്കൽ കോളേജിലും യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്.